നിങ്ങൾ ചെയ്ത തെറ്റുകൾ തിരുത്തി നല്ല ഭരണം കാഴ്ചവെക്കാൻ വേണ്ടി മാത്രമല്ല. നിങ്ങൾ ഈ രാജ്യത്ത് അഴിമതി നടത്തിപ്പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിച്ച് ജനങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം കൂടെ ഈ ഭരണകൂടത്തിനുണ്ട്. അപ്പൊ അതൊക്കെ വരും. നിങ്ങൾ ബേജാറായിട്ട് ഇപ്പോഴേ സമരത്തിനൊന്നും ഇറങ്ങിയിട്ട് പേടിക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. സമയത്തിനനുസരിച്ച് അതൊക്കെ വരും. എല്ലാം പരിശോധിക്കും. 10 വർഷക്കാലം നടത്തിയിട്ടുള്ള എല്ലാ നെറികേടുകളും, രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നെറികേടുകളും കൃത്യമായി അവധാനതയോടെ പരിശോധിക്കുക തന്നെ ചെയ്യും. അധികാരത്തെ ഉപയോഗിച്ച് പാവപ്പെട്ട മനുഷ്യരോട് പ്രതികാരം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ആളുകളെ വെറുതെ വിടാനല്ല ഈ അധികാരം കയ്യിലുള്ളത് എന്ന് അവർ ഓർമ്മിക്കുന്നത് കൂടെ നല്ലതാണ് എന്ന് അവരെ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വലിയ ബാധ്യതകൾ നമ്മളുടെ മുമ്പിലുണ്ട്. ഏകദേശം ഒരു ഗവൺമെന്റ് എന്ന നിലക്ക് ബജറ്റ് വരാൻ പോവാണ്. ഞങ്ങൾ 3 ക്യാബിനറ്റിനകത്തും ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോഴും ആ ബജറ്റിലെ നമുക്ക് സംഭവിച്ചു പോയിട്ടുള്ള സാമ്പത്തികമായ അപജയത്തിന്റെ ഒരു ആഴമുണ്ട്. അത്രമേൽ അപകടകരമായിട്ടാണ്. കട്ടുമുടിച്ച് ഒരു, നിങ്ങൾ കണ്ടല്ലോ കേരളത്തിലെ വൈറ്റ് പേപ്പർ ധവളപത്രം പുറത്തു വന്നതാണല്ലോ, നിങ്ങൾ കണ്ടതാണല്ലോ. എന്തെല്ലാം കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടാണ്, എത്ര കോടികൾ നമ്മുടെ പേരിൽ കടമെടുത്തിട്ടാണ് ഒരു ഭരണകൂടം ഭരണത്തെ കൊണ്ടുപോയത് എന്ന് അവസാനം ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഈ രാജ്യത്തെ ജനങ്ങൾ, നിങ്ങൾ ഈ പണം ആർക്കു വേണ്ടിയാണ് വാങ്ങിയത്? ആർഭാടങ്ങളുടെ അങ്ങേ അറ്റത്തായിരുന്നു ഒരു ഭരണകൂടം നമ്മെ നയിച്ചു കൊണ്ടുപോയത്. പക്ഷേ ഇതൊക്കെ ചെയ്താലും ജനങ്ങൾ 102 സീറ്റ് കൊണ്ടാണ് മറുപടി പറഞ്ഞത്. ഇനിയും വിമർശിച്ചു നിൽക്കുകയല്ല, മറിച്ച് തിരുത്തിക്കൊണ്ടു പോവുക എന്നതാണ് ഉത്തരവാദിത്വം. ഇന്നലെ മീഡിയകളോട് സംസാരിക്കുമ്പോൾ എന്നോട് മീഡിയക്കാർ ചോദിച്ചു, നിങ്ങൾ ഇപ്പോഴേ, ഞാൻ നിയമസഭയുടെ ആദ്യത്തെ ദിവസം എനിക്ക് കോളിംഗ് അറ്റൻഷൻ ഉണ്ടായി. സജി ചെറിയാന്റെ കോളിംഗ് അറ്റൻഷനാണ്. അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, അധികാരത്തിലെത്തിയിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടില്ല, എന്നോട് ചോദിക്കുകയാണ്, പ്രീ മൺസൂൺ വർക്കുകൾ നടക്കുന്നതിൽ സർക്കാർ കടുത്ത അലംഭാവം കാണിക്കുകയാണ്. ഞാൻ ഞെട്ടിപ്പോയി. ഒരു മീറ്റിംഗ് വിളിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അലംഭാവം കാണിക്കണമെങ്കിൽ ഒരു സമയമൊക്കെ വേണ്ടേ? ഇനി അലംഭാവം കാണിച്ചു നോക്കുക, അതിനൊരു സമയം വേണ്ടേ? ഒരു ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അപ്പോഴേക്കും സമരത്തിന് ആളുകൾ ഇറങ്ങി തുടങ്ങി. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ ഭയപ്പാടൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ജനങ്ങളെ വിഡ്ഢികളാക്കി, അണികളെ വിഡ്ഢികളാക്കി, പിന്നെയും അധികാരത്തിൽ വരാൻ കോപ്പ് കൂട്ടി ഉറപ്പിച്ച് കേരളത്തിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെ തന്നെ മുമ്പിൽ നിർത്തി കളിച്ച ഒരു തെരഞ്ഞെടുപ്പാണിത്. എല്ലാ അജണ്ടകളും നിങ്ങൾ സെറ്റ് ചെയ്തിരുന്നു, BJPയെ ജയിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നു. പക്ഷേ നിങ്ങളുടെ അജണ്ടകളെ പൊളിച്ചത് UDF-കാർ മാത്രമല്ല, ഇടതുപക്ഷത്തെ പ്രവർത്തകന്മാർ കൂടിയാണ്. എല്ലാവരും ചേർന്നാണ് പൊളിച്ചു കളഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഭയമുണ്ട്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഭയപ്പെടുകയൊന്നും വേണ്ട. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഭരണകൂടം 5 വർഷക്കാലം കേരളത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ ചെയ്ത തെറ്റുകൾ തിരുത്തി നല്ല ഭരണം കാഴ്ചവെക്കാൻ വേണ്ടി മാത്രമല്ല. നിങ്ങൾ ഈ രാജ്യത്ത് അഴിമതി നടത്തിപ്പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിച്ച് ജനങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം കൂടെ ഈ ഭരണകൂടത്തിനുണ്ട്. അപ്പൊ അതൊക്കെ വരും. നിങ്ങൾ ബേജാറായിട്ട് ഇപ്പോഴേ സമരത്തിനൊന്നും ഇറങ്ങിയിട്ട് പേടിക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. സമയത്തിനനുസരിച്ച് അതൊക്കെ വരും. എല്ലാം പരിശോധിക്കും. 10 വർഷക്കാലം നടത്തിയിട്ടുള്ള എല്ലാ നെറികേടുകളും, രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നെറികേടുകളും കൃത്യമായി അവധാനതയോടെ പരിശോധിക്കുക തന്നെ ചെയ്യും. ഞാൻ നിങ്ങളോട് പറയുന്നു, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മെമ്പർമാർ, ഞാൻ ചൊവ്വാഴ്ച പ്രസിഡന്റ് അസോസിയേഷന്റെ പരിപാടി തിരുവനന്തപുരത്ത് നടക്കുകയാണ്. ഞാൻ അതിൽ സംസാരിക്കേണ്ടതുമാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് ഇവിടെ പറയുന്നില്ല. പഞ്ചായത്തിലെ മെമ്പർമാരെ സംബന്ധിച്ചിടത്തോളം, പ്രസിഡന്റുമാരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഇന്ന് പഴയ പോലെയല്ല. ഒരു പഞ്ചായത്ത് മെമ്പർക്ക് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. മനുഷ്യരുടെ എല്ലാ പ്രശ്നങ്ങളെയും അവർ ടച്ച് ചെയ്യേണ്ടതുണ്ട്. അവർക്ക് പക്ഷേ അതൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ ഉതകും വിധത്തിലുള്ള ഒരു ഓണറേറിയം ലഭിക്കുന്നുണ്ടോ എന്ന സംശയം സ്വാഭാവികമായും ഗവൺമെന്റ് ഉയർത്തുന്നുണ്ട്. ഞങ്ങൾ മുഖ്യമന്ത്രിയുമായും ഒക്കെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തു വരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമസഭകൾ, ഇപ്പോ കുടുംബശ്രീ, ഞാൻ പലരോടും പറഞ്ഞു, കുടുംബശ്രീ ഒരു ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അറ്റംപ്റ്റ് ആയിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അങ്ങനെയല്ല ഇനിയുള്ള കാലം. ഇനി വരേണ്ടതും അങ്ങനെയല്ല. പോവർട്ടിയുടെ കാലമല്ല, പ്രോസ്പെറൻസിയുടെ കാലമാണ്. വരാൻ പോകുന്ന ഒരു കാലം എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏൺ ചെയ്യാൻ കഴിയുന്ന, സമ്പാദിക്കാൻ കഴിയുന്ന വിധത്തിൽ നല്ല ആന്റർപ്രണർഷിപ്പുകൾ തുടങ്ങാൻ കഴിയും വിധത്തിൽ നമ്മുടെ ഗ്രാമങ്ങളിൽ, നഗരങ്ങളിലൊക്കെ നമ്മുടെ സ്ത്രീകളുടെ സംരംഭങ്ങൾ, വ്യാവസായികമായ സംരംഭങ്ങൾ രാജ്യത്ത് വരാൻ ഉതകും വിധം, ഈ പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാലോ, ഈ പാനൂർ ഭാഗമാകട്ടെ, ഈ വടകര താലൂക്ക് മുഴുവൻ എടുത്തു പരിശോധിച്ചാൽ ഇവിടുത്തെ ഒരു 50% നിരന്തരമായി നടത്തിയിട്ടുള്ള സാമ്പത്തികമായ അവരുടെ മുന്നേറ്റം ഉണ്ടാക്കിയത് ഒരു 50% പ്രവർത്തനമാണ്. ഏതാ 50% എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പുരുഷ വിഭാഗങ്ങളുടെ ഒരു 50% അവരാണ്. പുരുഷന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗം ചെറുപ്പകാലത്തെ അധ്വാനിക്കും, ഗൾഫിൽ പോയിട്ടാണെങ്കിൽ അവിടെ, ഇവിടെയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ വിവിധ നഗരങ്ങളിൽ
ഇനി കോഴിക്കോട് പോയിട്ടാണെങ്കിലും നിങ്ങൾ നാട്ടുകാർ ബിസിനസ് ഏർപ്പാടുകളൊക്കെ നടത്തും. പക്ഷേ സ്ത്രീകളിൽ കുറെ ആളുകൾ വിദ്യാസമ്പന്നരായി ജോലിയും തൊഴിലും ഒക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിലും വളരെ ചെറിയ ശതമാനമാണത്. ഞാൻ നിങ്ങളോട് പറയുന്നത്, പുതുതായി നമ്മളുടെ മക്കൾ പഠിച്ചു നല്ല വിദ്യാസമ്പന്നരായി നല്ല മിടുക്കികളായിട്ടുള്ള പുതിയ തലമുറയിലെ സ്ത്രീകൾ കുട്ടികൾ വരുന്നുണ്ട്. ഈ 50% അത്യധ്വാനം ചെയ്തിട്ടാണ് ഈ കാണുന്ന ഐശ്വര്യം ഈ കേരളക്കരയിൽ മുഴുവൻ ഉണ്ടായത്. കേരളത്തിലെ ആളോഹരി വരുമാനം ഇന്ത്യയിൽ എടുത്തു നോക്കിയാൽ ഏറ്റവും നല്ല ഒരു സ്റ്റേറ്റായി ആളോഹരി വരുമാനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യം, ഒരു സ്റ്റേറ്റ് നമ്മുടെ സ്റ്റേറ്റ് ആണ്. എന്തുകൊണ്ടെന്നാൽ ഒരു വിഭാഗത്തിന്റെ അത്യധ്വാനം അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ ബാക്കി വരുന്ന 50% ഒരു പരിധിവരെ സൈലന്റ് ആണ്. 50 അല്ലെങ്കിൽ ഒരു 40 അവർ കൂടെ ഏൺ ചെയ്യുന്ന, അധ്വാനിച്ച് വരുന്ന, അവർക്കൂടെ ബിസിനസ്സിലും വ്യവസായങ്ങളിലും ജോലിയിലും ഒക്കെ വ്യാപൃതമാകുന്ന ഈ സ്ത്രീകൾക്ക് അവരുടെ അന്തസ്സിനെ ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലേക്ക്, കുടുംബിനികൾക്ക് കഴിയാവുന്ന തരത്തിലേക്ക് അവരെ കൂടി ശാക്തീകരിപ്പിക്കാൻ കുടുംബശ്രീ അടക്കമുള്ള ഇടങ്ങളിൽ വലിയ പരിശ്രമങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ഈ വകുപ്പുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീയിൽ അടക്കം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുകൂടെ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുകയാണ്. ഞാൻ തീർച്ചയായും നിങ്ങളോട് പറയുന്നു, പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം, പാർട്ടി വലിയ ഭാരിച്ച ഉത്തരവാദിത്തം, ഒരുപക്ഷെ LSD ഏൽപ്പിക്കുമ്പോൾ ഒരു കടല് പോലെ കിടക്കുന്ന ഒരു വലിയ വകുപ്പാണ്. ഞാൻ പത്രക്കാരോടും ഇന്നലെ പറഞ്ഞു, ആ വകുപ്പിനകത്ത് തന്നെ ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം അറിയുന്ന ആളുകളൊന്നുമല്ല, എല്ലാം അറിയുന്ന ആളുകളൊന്നുമല്ല. നമ്മളൊരു ഉത്തരവാദിത്തം പാർട്ടി ഏൽപ്പിക്കുമ്പോൾ അത് ജാഗ്രതയോടെ പഠിക്കണം, എങ്ങനെയാണ് ഇത് കൊണ്ടുപോകേണ്ടത് എന്ന് പരിശോധിക്കണം. ആ പരിശോധനയിലും ആ ശ്രദ്ധയിലും നിരന്തരമായിട്ടുണ്ട്. ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെല്ലാവരും ഈ പാർട്ടിയുടെ ഈ മുന്നണിയുടെ പ്രവർത്തകന്മാർ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു പ്രയാസമുണ്ടാക്കുന്ന, സങ്കടമുണ്ടാക്കുന്ന തരത്തിൽ ഒരിക്കലും ഒന്നും എന്റെ ഭാഗത്തു നിന്ന് വരാതെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ടെന്നും അതുണ്ടാകുമെന്നും ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുകയാണ്. അത് മാത്രമാണ് എനിക്ക് എന്റെ സഹപ്രവർത്തകന്മാരോട് പറയാനുള്ളത്. ഈ സാധാരണ ജനങ്ങളെ, ഏറ്റവും പാവപ്പെട്ട ജനങ്ങളെ എല്ലാത്തിലും ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. ഈ കുടുംബശ്രീയുടെ മാത്രം വിഷയത്തിലല്ല, ഒരു പാലിയേറ്റീവ് നമ്മൾ നടത്തുന്ന പാലിയേറ്റീവിന്റെ ഉണ്ട്. പഞ്ചായത്തിലെ എല്ലാ ആളുകളും എല്ലാ സാധാരണ മനുഷ്യരുടെയും അടുത്തുപോയി അവരുടെ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും കുട്ടികളുടെ പഠനത്തെയും എല്ലാത്തിനെയും ടച്ച് ചെയ്യുന്ന, എല്ലാത്തിനെയും പോയി കാണുന്ന ഇങ്ങനെ ഒരു വകുപ്പ് സത്യത്തിൽ വലിയ അനുഗ്രഹം തന്നെയാണ്. സാധാരണ പ്രവർത്തകന്മാരുടെ കൂടെ ചേർന്ന് നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് പാർട്ടി ഏൽപ്പിച്ച ഏറ്റവും വലിയ ഉത്തരവാദിത്തവും സന്തോഷവുമാണ്. ഞാൻ നിങ്ങളോട് വീണ്ടും ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ച പാർട്ടിയിലെ എല്ലാ പ്രവർത്തകന്മാരോടും നേതാക്കന്മാരോടും നന്ദി പറയുന്നതോടൊപ്പം ഒരിക്കലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇനിയുള്ള ഈ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട 5 വർഷക്കാലം ജാഗ്രതയോടെ എല്ലാ പഞ്ചായത്തുകളിലെ പ്രവർത്തകന്മാരോടും വാർഡ് മെമ്പർമാരോടും എല്ലാവരോടും ഞാൻ പറയുന്നു, നമുക്ക് എല്ലാവർക്കും നീതി കൊടുക്കാൻ സത്യപ്രതിജ്ഞ ചെയ്തു വരുന്ന നമുക്ക് ബാധ്യതയുണ്ട്. നീതിപൂർവകമായി, നേരത്തെ ഇവിടുന്ന് ബഹുമാന്യനായ നാസർ മാഷ് പറഞ്ഞു, പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും ഒക്കെ നശിപ്പിക്കുവാൻ ഭരിക്കുന്നത് ആര് എന്ന് നോക്കി പ്രതികാര നടപടികളോടുകൂടി അതിനെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് എല്ലായിടത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഉറപ്പു തരുന്നു, നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള എന്താണ്, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകൾ ഇനി ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പു തരാൻ ഈ ബാധ്യത ഏറ്റെടുത്ത ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് കഴിയും. ഞാൻ ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്ത് ദൈവത്തിന്റെ നാമത്തിൽ, പരമേശ്വരന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് വന്നവരാണ്. നമ്മൾ ആരോടും പ്രതികാരം ചെയ്യാനൊന്നും പാടില്ല. അധികാരം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യർക്ക് വേണ്ടി വിനിയോഗിക്കാൻ നമ്മളിൽ ഒരു പരീക്ഷണാർത്ഥം പടച്ച തമ്പുരാൻ തരുന്ന ഒരു ബാധ്യതയാണ്. കൂടുതൽ ജാഗ്രതയോടുകൂടിയാണ് അത് വിനിയോഗിക്കേണ്ടത്, കൂടുതൽ കരുതലോടുകൂടിയാണ് അത് വിനിയോഗിക്കേണ്ടത്. പക്ഷെ ഇതേ തരത്തിൽ അധികാരത്തെ ഉപയോഗിച്ച് പാവപ്പെട്ട മനുഷ്യരോട് പ്രതികാരം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ആളുകളെ വെറുതെ വിടാനല്ല ഈ അധികാരം കയ്യിലുള്ളത് എന്ന് അവർ ഓർമ്മിക്കുന്നത് കൂടെ നല്ലതാണ് എന്ന് അവരെ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ നിങ്ങൾ എന്നെ വിളിച്ചതിലുള്ള സന്തോഷം നിങ്ങളെ അറിയിച്ചുകൊണ്ട് ബഹുമാന്യനായ സലാം സാഹിബും നജാഫും അതുപോലെ തന്നെ ഷിബു മീരാനും നാസർ മാസ്റ്ററും അങ്ങനെ പ്രിയപ്പെട്ട കണ്ണൂരിലെ ഡെപ്യൂട്ടി മേയർ താഹിറും പ്രിയപ്പെട്ട CK മുഹമ്മദ് അലിയും EA നാസറും അങ്ങനെ തുടങ്ങിയിട്ട് നിരവധി ആളുകൾ, ബഷീർക്കും ഒക്കെ നിരവധി ആളുകൾ വേദിയിലുണ്ട്. എല്ലാവരെയും ഹൃദയംഗമമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ മൻസൂറിന്റെ നാമം ഓർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോഴും എല്ലാ ചെറുപ്പക്കാരോടും ഞാൻ പറയുന്നു, നമുക്കെല്ലാ മൻസൂറുമാരും എല്ലാ ഷുക്കൂറുമാരും നമ്മുടെ കൂടെ ഒരുമിച്ച് ചേർന്ന് ഈ മണ്ണിൽ ഒരുമിച്ച് ചേർന്ന് ഉത്തരവാദിത്തം നിർവഹിക്കുന്ന നല്ല നാളുകളെ കുറിച്ചാണ് നമ്മുടെ സ്വപ്നം. നമുക്കിടയിൽ നിന്ന് അങ്ങനെ ഒരാളും പൊലിഞ്ഞു പോവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അള്ളാഹു പ്രിയപ്പെട്ട മൻസൂറിന്റെ പരലോക ജീവിതം സുഖപ്രദമാക്കി കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.